ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒരുപാട് വില്ലന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇന്നത്തെ കാലത്ത് പലരും മരിച്ചുപോയി. കൊച്ചിൻ അനീഫയൊക്കെ വില്ലനായിരുന്നു, അതുപോലെ ബാലചന്ദ്രൻ നായർ വില്ലനായിരുന്നു, അതുപോലെ ടി ജി രവി വില്ലനായിരുന്നു, അങ്ങനെ ക്യാപ്റ്റൻ രാജു വില്ലനായിരുന്നു. അങ്ങനെ ഒരുപാട് ഗംഭീര ഞെട്ടിക്കുന്ന വില്ലന്മാരുണ്ടായിരുന്നു. പിന്നെ വില്ലന്മാരില്ലാണ്ടായി. ഇപ്പം മലയാള സിനിമയിൽ വില്ലന്മാരില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദേവൻ ഒരു കാലത്ത് വലിയ വില്ലനാണ്, ഇപ്പോൾ ദേവനും വില്ലനല്ല. അപ്പോൾ വില്ലന്മാരില്ലാത്തൊരു മലയാള സിനിമയായിട്ട് മാറി. അപ്പോൾ അങ്ങനെ പത്മരാജൻ്റെ സമയത്ത് ഇങ്ങനെ വില്ലന്മാർക്ക് ഒരുപാട് ഗ്രാഹ്യം വന്നപ്പോൾ അദ്ദേഹം ഒരു നടനെ ഹിന്ദിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കുമതി ചെയ്തു. സീസൺ എന്ന് പറഞ്ഞ പടത്തിൽ ഗവിൻ പക്കാർഡ് എന്ന് പറഞ്ഞുള്ളൊരു നടനാണ്. അദ്ദേഹത്തിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു പിടി പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിച്ചത് ജാക്ക് പോട്ടാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ആയുഷ്കാലം 1992 ക്രൂരനായിട്ട് വില്ലനാണ്. സീസണിലെ വില്ലൻ്റെ കഥാപാത്രം നമ്മളിപ്പോഴും മറക്കില്ല. ക്രൂരനായിട്ടുള്ള വില്ലനാണ് മൂപ്പര്. ആ മുഖം നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു. എത്ര ആൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. കൂടുതലും അദ്ദേഹം ഹിന്ദി പടത്തിലാണ് അഭിനയിച്ചിരുന്നത്. അത് വില്ലൻ തന്നെ. അതുപോലെ തന്നെ ഒരു ബോഡി ബിൽഡറാണ്. അപ്പോൾ 1912 മെയ് 18 അദ്ദേഹം മരിച്ചത്. അത് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 47 വയസ്സുണ്ടാകുന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഹിന്ദിയിലത്തെ കൊടി കൊറ്റിയ നടന്മാർക്ക് അവർക്ക് ജിം ട്രെയിനറായിട്ട് മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവരെ ഭയങ്കര താല്പര്യം. അതുപോലെ തന്നെ ഹിന്ദി സിനിമ ഒരുപാട് സിനിമകളിൽ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്നും ഉപയോഗിക്കാവുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം. മോഹൻലാലിൻ്റെ അന്നത്തെ കാലത്തെ വില്ലൻ വേഷങ്ങളിൽ മോഹൻലാലിൻ്റെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടനാണ്. ഒരു ബോംബെയിലത്തെ ഒരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ, ആ പടത്തിലും മൂപ്പരാണ് ശരിക്കും വില്ലൻ. അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയുള്ള ഒരു വില്ലനായിരുന്നു. അപ്പോൾ ഈ 47 വയസ്സിൽ അദ്ദേഹം മരിച്ചു പോയപ്പോൾ നമുക്ക് ഒരു ശ്വാസകോശ രോഗം കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. കുറച്ച് നാൾ ഇങ്ങനെ വയ്യാണ്ട് ആശുപത്രിയിൽ കിടന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായത്. അപ്പോൾ സിനിമാ ലോകത്ത് ഇങ്ങനെ ചെറുപ്പത്തിൽ മരിച്ചു പോണ ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളുള്ള വില്ലൻ കഥാപാത്രങ്ങൾ അതിഗംഭീരമായിട്ട് ചെയ്യുന്ന നടന്മാരിങ്ങനെ മരിച്ചു പോണത് നമുക്ക് വലിയ സങ്കടമാണ്. അപ്പോൾ അടുത്ത് തന്നെ പല വില്ലന്മാരും നമ്മളെ വിട്ടുപോയി. അതിൽ നമുക്ക് സങ്കടമുണ്ട്. പുതിയ പുതിയ വില്ലന്മാരോട്ട് കയറി വരുന്നുമില്ല, അതിലും നമുക്ക് സങ്കടമുണ്ട്. ഈ സിനിമാക്കാരതിന് തുനിയുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ സത്യം. എന്തായാലും നമുക്ക് ഇനി ഇതുപോലെയുള്ള വില്ലന്മാർ ഹിന്ദിയിൽ നിന്നോ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നോ മറ്റുള്ള ഭാഷകളിൽ നിന്നൊക്കെ നമുക്ക് കടമെടുക്കേണ്ടി വരും. ഇപ്പോഴൊക്കെ മലയാളത്തിൽ വില്ലനായിട്ട് വരുന്നത് ഇവിടുത്തെ വില്ലന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തെലുങ്കിലെ വില്ലന്മാരാണ് ഇപ്പോൾ ഇവിടെ വില്ലന്മാരായിട്ട് വന്നിട്ട് ഇവിടെ വിലസുന്നത്. പക്ഷേ തെലുങ്കിൽ നമ്മൾ പല വില്ലന്മാരായിട്ട് കണ്ടവരാണ്. അവർ മലയാളത്തിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. ഇവിടെ വില്ലന്മാരില്ലാത്തത് കൊണ്ടാണല്ലോ അവരൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. അവരൊക്കെ നല്ല കഥാപാത്രങ്ങളും നല്ല വില്ലൻ ഉണ്ടെങ്കിലാണ് ഒരു നായിക കഥാപാത്രത്തിന് ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വില്ലൻ മോശമായ നായകൻ്റെ കഥാപാത്രം ഡൗൺ ആവും. അപ്പോൾ അങ്ങനെ പല കഥാപാത്രങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെലുങ്കിൽ നിന്നോ തമിഴിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ നല്ല നല്ല വില്ലന്മാരെ ഇറക്കുമതി ചെയ്യാനായിട്ട് ഇവിടെ മലയാള നിർമ്മാതാക്കൾ തയ്യാറാവണം. അല്ലാണ്ട് മലയാളത്തിൽ ഇനി വില്ലന്മാരുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്.